ജനുവരി എന്ന് പറയുന്നത് തൈറോയ്ഡ് അവയർനെസ് മന്താണ്. അപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്ന ഹൈപ്പോതൈറോയിഡിസിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഡൗട്ടാണ്. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ ചോദിക്കും, തൈറോക്സിൻ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഒബ്വിയസ്ലി തൈറോക്സിൻ കൂടിയ അളവിൽ കഴിച്ച് കഴിഞ്ഞാൽ ഫാക്ടീഷ്യസ് തൈറോടോക്സിക്കോസിസ് വരാം. ഹൈപ്പോതൈറോയിഡിസ് ഉള്ള ആളുകളിൽ തൈറോക്സിൻ കൂടിയ അളവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഉറക്കമില്ലായ്മ വരിക, ഹൈപ്പർ തൈറോയിഡിസിൻ്റെ എല്ലാ സിംറ്റംസും വരാം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. സാധാരണയായി ഹൈപ്പോതൈറോയിഡിസം അഥവാ രക്തത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഡോക്ടർമാർ തൈറോക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. തൈറോക്സിൻ നമ്മൾ എടുക്കേണ്ടത് രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടാണ്. അപ്പോൾ രാവിലെ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് മുന്നേ തന്നെ 1 മണിക്കൂർ മുന്നേ ആയിട്ട് അത് എടുക്കേണ്ടതുണ്ട്. അപ്പം ഏതെങ്കിലും ആളുകൾ കാൽഷ്യോ അല്ലെങ്കിൽ അയണിൻ്റെ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്, പാൻഡോസിറ്റൊക്കെ മുതലായ ടാബ്ലറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റുകളുമായിട്ട് ഒരു 3 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഇടേണ്ടത് അത്യാവശ്യമാണ്. വളരെ ലോങ് ഹാഫ് ലൈഫ് ഉള്ളൊരു മരുന്നാണ് തൈറോക്സിൻ. അതായത് 7 ദിവസത്തോളം ഹാഫ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 എണ്ണം കഴിച്ചാൽ മതി. ആ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് തൈറോക്സിൻ. അപ്പോൾ സേഫായിട്ടുള്ളൊരു മരുന്നാണ്. ചില കണ്ടീഷൻസ്, ഇപ്പോൾ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒക്കെ ഉണ്ട്. ആൻറ്റി TPO പോസിറ്റീവായ തൈറോയിഡൈറ്റിസുകളിൽ ദീർഘകാലം നമുക്ക് തൈറോയിഡിൻ്റെ ഗുളികൾ എടുക്കേണ്ടതായിട്ട് വരാം. പിന്നീട് പേഷ്യൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്, തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ട് TSH ഒക്കെ നോർമലായി ഇനി പെട്ടെന്ന് നിർത്താമോ ഡോക്ടറെ എന്നുള്ളത്. പലപ്പോഴും അതിൻ്റെ ഉത്തരം പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്ന തൈറോക്സിനെ കൊണ്ട് തന്നെയാണ് നിങ്ങളെ TSH താഴെയായിട്ട് സപ്രസ്ഡായി നോർമൽ റേഞ്ചിൽ നിൽക്കുന്നത്. അപ്പോൾ തൈറോക്സിൻ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും TSH ഉയരും. നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസിൻ്റെ മറ്റ് സിംറ്റംസ് വരുന്നതിനും കാരണമായിട്ട് തീരും. അപ്പം ഹൈപ്പോതൈറോയിഡിസ് ഉള്ളവർ കൃത്യമായിട്ട് ഈ മരുന്നുകൾ എടുത്തിട്ട് നിങ്ങളുടെ TSHും തൈറോയ്ഡ് ഫംഗ്ഷനും ഒക്കെ കൺട്രോളിൽ നിർത്തുക. കാരണം ഹൈപ്പോതൈറോയിഡിസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പല സമയത്തും നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, മെൻസസ് ഇറഗുലറായിട്ട് വരാം, ആളുകൾക്ക് ക്ഷീണമായിട്ട് വരാം, പെട്ടെന്ന് ഡ്രൈനെസ് ഓഫ് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് വരാം, വെയിറ്റ് കുറച്ച് കൂടിയ രീതിയിൽ വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉയരം മെയിൻറ്റെയിൻ ചെയ്യാൻ, ഉയരം കൂടാൻ സഹായിക്കുന്ന, ബുദ്ധി വളർച്ച പൂർണ്ണമായിട്ടും കൂടാൻ സഹായിക്കുന്ന, ലൈംഗിക വളർച്ച പെൺകുട്ടികളും ആൺകുട്ടികളിലൊക്കെ നല്ല രീതിയിൽ വരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഹോർമോൺ എടുക്കുക ആവശ്യമുള്ളവർ, എന്നിട്ട് അവരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായിട്ട് നിലനിർത്തുക. താങ്ക് യു. Stay healthy. Follow for more.